നീ കൂടെ പുറത്തിറങ്ങി നടക്കണ്ട ഞാൻ എന്ത് സാധിച്ചു. പക്ഷെ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ നീ എന്തോ ഈ പറയുന്നേ? നീ പറയുന്നത് നീ സ്വയം ആലോചിക്ക്. നിന്നെ നോമിനേറ്റ് ചെയ്തൂടെ? നിന്നോട് ചിരിക്കുന്ന മീഡിയം പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യണ്ടേ? നിന്നെ പിടിച്ചിരുത്തണോ? തിരിച്ച് കാലൊക്കെ നിൽക്കണോ? എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി പോക്കോ. ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് പറഞ്ഞതിന്റെ പൊരുൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അന്തസ്സായിട്ട് നേർക്ക് തരാൻ രണ്ട് പേഴ്സണാലിറ്റി കാണിച്ചാണല്ലോ. എടാ നിന്നോട് ചിരിക്കുന്നോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നോ പറഞ്ഞ് നിന്നെ നോമിനേറ്റ് എനിക്ക് പാടില്ലേ? നിന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് പാടില്ലേ? നമ്മുടെ ടീമിന്റെ അകത്ത് നിൽക്കേണ്ട ന്യൂസ് പോയി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ അത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ ഇഷ്ടമാണ്. നിന്നോട് ചിരിക്കുന്ന പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്തൂടെ? എടാ നിന്റെ പുറകിൽ നിന്നെ അവിടെ കണ്ടല്ലോ. എന്നെ നോമിനേഷൻ ചെയ്തില്ല. നീ ഡയറക്റ്റ് കളിക്കുന്നുണ്ട്. നീ കളിക്കുന്ന പറഞ്ഞോണ്ടല്ലോ അങ്ങനെ കളിക്കല്ലോ. ഈ ബാക്കി ഒന്ന് കുത്തിട്ട് നിന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. കുത്തിയിട്ടില്ല ഋഷി, നീ ഒന്ന് ഇരുന്ന് നീ പൊക്കെ അതിന്റെ അടുത്ത് വരുന്നത് ഞാൻ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. നീ അത് പറയല്ലേ, നീ അത് പറയല്ലേ? ഞാൻ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി, ഞാൻ നിന്റെ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. ഞങ്ങൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഋഷി എന്ന് പറയുന്ന മനസ്സിലാക്ക. നാട്ടുകാരൊക്കെ കാണണ്ടേ നോമിനേഷൻ അല്ലേ ഋഷി? ഋഷി നീ ഇത്രയും പറഞ്ഞിട്ട് പോലും നീ ആയോണ്ടാ കേട്ട് നിൽക്കുന്നേ. എനിക്ക് ശ്വാസം മുട്ടില്ല, പുറത്തു പോകാൻ കൺഫെഷനുകളിലേക്ക് വരിക. അവനെന്തിനാ ഇത്രയും റിയാക്ട് ചെയ്യണേ? നീ എന്നെ വിളിച്ചൊക്കെ കേട്ടോ? നീ എന്നെ വിളിച്ചതൊക്കെ കേട്ടോ? ഞാൻ കേട്ടു, അതാ ഞാൻ പറഞ്ഞത്. കറിയല്ലേ അവൻ എവിടുന്ന പുറമേന്ന് കുത്തിയേ? ഞാൻ അതിന് തന്നെ ഞാൻ എന്താ അവനോട് റിയാക്ട് ചെയ്യാത്തെ? അവൻ എന്നെ പറഞ്ഞേക്ക് നീ കേട്ടോ? ഞാൻ കേട്ടു. നിന്നത്രയും പറഞ്ഞില്ലല്ലോ. അല്ല, നിന്നെ എന്നെയും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഓൾറെഡി അവിടെ പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അവന് ഓവർ റിയാക്ട് ചെയ്യണത്, അത് വിട്. ഇത്രയും ചെയ്തിട്ട് എന്റെ ഇടയ്ക്ക് കൂടെ അവസരം മുതലാക്കണം. എടാ ചിരിച്ചൂടെടാ? നീ എന്റെ അടുത്ത് ചിരിക്കുന്നെന്ന്. ബിഗ് ബോസ് എന്താണ് ഋഷി? അല്പനേരം ശാന്തനായിരിക്കൂ. നിനക്കറിയാം, നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം. ഓക്കെ, റിലാക്സ് റിലാക്സ് റിലാക്സ്. ആരെന്ത് പറഞ്ഞാലും നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം. ഓക്കെ, നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം, നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം. അവിടെ ഡിസ്കഷൻ വന്നു, ആരാണ് വീക്ക് പ്ലേയേഴ്സ്, ആരാണ് ഇവിടെ പ്രതികരിക്കാത്തത് ചോദിച്ചോക്ക്. ഞാൻ ഒരാളുടെ പേര് അങ്ങനെ എടുത്ത് ഋഷിനെ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പേര് പറഞ്ഞു. പക്ഷെ പേര് പറയാൻ എനിക്ക് കാരണമുണ്ട്. ഞാൻ ഋഷിയെ പറഞ്ഞത് ഇവിടെ ആരും നോമിനേറ്റ് ചെയ്യാത്ത, ഇപ്പൊ റോക്കിയുടെ പേരോ ജിൻഡോ കാക്കയുടെ പേരോ പറഞ്ഞാൽ ഉറപ്പായും വേറെ ആൾക്കാരത് പറയും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പദവി തന്നത് പറയാത്ത ഒരാള്, വീക്കായിട്ട് നിൽക്കുന്ന ഒരാള്. അവിടെയും പറയുന്നത് ഋഷി ഈ ഒരാഴ്ച ആക്റ്റീവ് ആവട്ടെ എന്നാ. ന്യായം ഉണ്ട്, നിനക്ക് മനസ്സിലായ? ഗെയിമിലാണെങ്കിൽ ശരി, ഓക്കെ, സമ്മതിച്ച്.
ഗെയിം ആണെങ്കിൽ നിന്റെ ഗെയിം ആണെങ്കിൽ നിന്റെ ഗെയിം ആണെങ്കിൽ സമ്മതിച്ചു. പക്ഷെ പേഴ്സണലി ആണെങ്കിൽ നീ ആദ്യം വന്ന് അവനോടാണ് മിണ്ടാൻ വേണ്ടി നോക്കിയത് അല്ലേ? അവനോട് എനിക്ക് എപ്പോഴും ഇഷ്ടമുണ്ട് റോക്കി. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗെയിം ആണെങ്കിൽ നീ ചെയ്തോ, ഗെയിം ആണെങ്കിൽ നീ ചെയ്തോ. നിന്റെ ഗെയിം ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഗെയിം ആണെങ്കിൽ ജാസ്മിൻ നീ ചെയ്തോ. രതീഷക്കായി നോമിനേറ്റ് ചെയ്ത എത്ര പേരുണ്ട്? രതീഷക്കായി നോമിനേറ്റ് ചെയ്ത എത്ര പേരുണ്ട്? പോകുന്നേർക്ക് ആർക്ക് വിഷമമായില്ലേ? ഞാൻ നോമിനേറ്റ് ചെയ്യും, എനിക്ക് വഴക്കൊന്നും ഞാൻ ദേഷ്യപ്പെടും, പക്ഷെ ഞാൻ ചിരിക്കാറുണ്ട്. ഞാൻ ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് ചെയ്തിട്ടില്ല. ഈ നിമിഷം പേരല്ല പറഞ്ഞത്. അവിടെ ഡിസ്കഷൻ വന്നു, ആരാണ് വീക്കായിട്ട് കളിക്കുന്നത്, അതെ അതെ അതെ. അപ്പൊ ഓരോരുത്തരും ഓരോ കളിക്കാരുടെ പേര് ഉചിതമായിട്ടുള്ള ഒരു പേര് സെലക്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എല്ലാവരും ഇരിക്കുക. അവൻ നോമിനേറ്റ് ചെയ്ത് പുറത്തോടുന്നല്ല, ഞാൻ അപ്പോഴും പറഞ്ഞില്ല അവൻ ഈ ഒരാഴ്ച ആക്റ്റീവ് ആവണമെന്നല്ലേ. ആണോ അല്ലേ? ജാസ്മിൻ ഇരിക്കുക. അവൻ എന്തൊക്കെ ഇപ്പൊ എന്നെ പറഞ്ഞ് നാണം കെട്ടവള് ഉള്ളത് തന്നെ പറഞ്ഞാടി, ഉള്ളത് തന്നെ പറഞ്ഞ. ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞു എന്നോട്. റോക്കി ഞാൻ നോമിനേറ്റ് ചെയ്യും. ഇത്ര നിമിഷം നിനക്ക് ഇവിടെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം നിനക്ക് എനിക്ക് മനസ്സിലായി. ഇല്ല നീ വിട്ട് നീ ആരെയും വിശ്വാസമൊക്കെ വിട്. ഓക്കെ, ഒന്നുമില്ല. ഇരിക്കുന്നത് എന്റെ അഭിനയമല്ല, എനിക്ക് സോഫ്റ്റ് കോർണർ പിടിച്ചു തരുന്നതല്ല. എല്ലാരോടും ഞാൻ അങ്ങനെയാണ്. നിന്നോട് ഇതുവരെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നോട് ഞാൻ കബളിപ്പിക്കാനല്ല. ഇപ്പൊ ഗ്രൂപ്പിൽ അടിയുണ്ടായപ്പോ പോലും ഞാൻ എത്ര കാര്യമായിട്ടാ ജാനു ചേച്ചിയോട് സംസാരിച്ചു. ഒരു വഴക്കെങ്കിലും ഞാൻ ജാനു ചേച്ചി ഇപ്പൊ നിനക്ക് നീ ശ്വാസം മുട്ട് വരുന്നത് നിർത്ത്, കാമാവും. എടി അവൻ പറഞ്ഞോട്ടെ, ദേശത്തിൽ പറയണതാ, അവൻ ദേശത്തിൽ പറയണതാ. ഞാൻ പറയണ കേക്ക്. എല്ലാവരും അല്പനേരം ശാന്തരായിരിക്കുക. ഒരു കാര്യം പറയട്ടെ, എനിക്ക് സിജോ പറഞ്ഞിട്ട് ഋഷി എന്തു പറ്റി? പെട്ടെന്ന് ഇതായിപ്പോയി, ഇമോഷണലായി പോയി. സോറി ബിഗ് ബോസ്. എന്താണ് പ്രശ്നം? തുറന്നു പറയൂ. ഇല്ല, എനിക്ക് എന്നെ നോമിനേറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല. അതിന് മുന്നേ നോമിനേറ്റ് ചെയ്ത ഞാൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്. പക്ഷെ ഗബ്രി ഫ്രണ്ടിൽ നിന്ന് ഒരു ഇച്ചിരി ബാക്കിൽ നിന്ന് വേറെ കളി, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. അവൻ എല്ലാം ഓക്കെ അല്ലേ, എല്ലാം ഇതല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പറയാതെ അങ്ങനെ ചെയ്തിട്ട് ഫ്രണ്ടിൽ വന്ന് ചിരിക്കണം എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അടുത്ത് അതാണ് ഗെയിമാണ്, എനിക്ക് മനസ്സിലായി, ഗെയിമാണ്, സ്ട്രാറ്റജി. എനിക്ക് അങ്ങനെ കളിക്കാൻ അറിയില്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാവും. എനിക്ക് ഗബ്രീനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത. ജാസ്മിൻ ബോട്ടെ എനിക്ക് അറിയാം, ഗെയിമർ എന്താ, അതിനു വേണ്ടി എന്ത് സ്ട്രാറ്റജി വേണമെങ്കിൽ ഓടിക്കാൻ എനിക്കറിയാം, ഇമോഷണലാണ്. പക്ഷെ ഗബ്രീനെ അങ്ങനെ വിചാരിച്ചില്ല ബിഗ് ബോസ്. എൻ്റെ അടുത്ത് പിന്നെയും വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ചിരിച്ച് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് ഒന്നും അറിയാത്ത പോലെ വന്നപ്പോൾ എനിക്ക് വിഷമമായി. സോറി, ട്രസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്പനേരം ശാന്തമായിരിക്കൂ ഇവിടെ തന്നെ. താങ്ക് യു ബിഗ് ബോസ്. നിക്കാത്തോണ്ടാണ് ഞാൻ പിന്നെ വന്ന് മിണ്ടുന്നത്, ചിരിക്കുന്നത്, സംസാരിക്കുന്നത്. അതെന്റെ അഭിനയമായിട്ട് കാണരുത്. മതിയടാ, പോട്ടെ 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 പോട്ടെ. ഇപ്പോഴും ഞാൻ മിണ്ടാൻ പാടുണ്ട്. എല്ലാരോടും അഞ്ചോരോട് ആരോടാ ഞാൻ നിൽക്കുന്നത്? ഓ പ്ലീസ്, എന്നെ പറയാൻ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓ സോറി,
സോറി കൂൾ ഡൗൺ നോറ ജാസ്മിൻ ഇതെല്ലാം ആളുകൾ കണ്ടോണ്ടിരിക്കുക ഇങ്ങോട്ട് നോക്കിക്കേ എല്ലാവരും എല്ലാം ഞാൻ ആരേലും പിന്നെ ഇറങ്ങി പറയണില്ലേ എടി നീ എല്ലാരും കാണലിക്ക് എന്തിനാ വിഷമിക്കണേ ഞാൻ ചേച്ചി കണ്ടതല്ലേ അതെ അതെ റിലാക്സ് അതുകൊണ്ടാ ഞാൻ പക്ഷെ എനിക്ക് വിഷമമുണ്ട് ഗായ്സ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അതിൽ കയറിയത് ഒരു മനുഷ്യർക്ക് പിടിച്ചില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വിഷമമുണ്ട് ഗായ്സ്. ഞാനും മനുഷ്യനാ. എത്ര ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഫീലിങ്സ് ഉണ്ട്. ഞാൻ പൊട്ടാൻ നിൽക്കുന്നത് ഞാൻ കളിക്കാൻ വന്നുള്ളൊരു ബോധം എനിക്കുള്ളൂടാ. എന്നും പറഞ്ഞ് എന്നെ എന്തും പറയാം, എന്ത് ചെയ്യാം. പക്ഷെ എന്റെ രക്തം കൊണ്ട് അതിന് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോ ട്രാൻസ്പോർട്ട് ആൻഡ് സപ്ലൈ ഈ രണ്ടിലും ഏറ്റവും മുമ്പിലെത്തണം. അവനങ്ങനെ ഓറിയേറ്റ് ചെയ്തത് അവന് പേടിയായിരിക്കാണ്. അവനെ നമ്മൾ പറ്റിച്ചു എന്ന് അവന് തോന്നി. അങ്ങനെ എല്ലാം ശരിക്കും ഉണ്ടാവില്ല, അതറിയാം. ശരി ശരി ഞാൻ അവനെ പിന്നീട് അവന്റെ മുമ്പിൽ അവനെ നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഗ്രൂപ്പിലായിട്ട് ഡിസ്കഷൻ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ജിൻഡോക്കൊക്കെ ഞാനല്ല നോമിനേറ്റ് ചെയ്തത് പോലും ഞാൻ പറയുന്നത് ഗ്രൂപ്പിലെ ഡിസ്കഷൻ മാനിച്ചുകൊണ്ടാണ്. അതിനെങ്ങനെ പിന്നീട് കൂത്തലാവുന്നത്? എങ്ങനെ പിന്നീട് കൂത്തലാവും? അതിന്റെ ഇടയ്ക്ക് അവളൊന്ന് റിലാക്സ് ചെയ്തോട്ടെ പ്ലീസ്. അവൻ ദേഷ്യപ്പെട്ട പിന്നെ പേഴ്സണലായിട്ട് ടാർഗറ്റിലൊന്നല്ല. കരയില്ല, മതി 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 കരഞ്ഞത്. എനിക്ക് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാലേ എനിക്കും അവനെ ഇഷ്ടമാണ്. പക്ഷെ വിട്, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ പറയാൻ അറിയാത്തോണ്ടാണോ? ഒച്ചെടുക്കാത്ത എന്തുകൊണ്ടാ? വിട് 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 വിട്, കരയില്ല, മതി. കാമാവേ, കാമാവ് പോട്ടെ 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 പോട്ടെ, സാരില്ല പോട്ടെ പോട്ടെ. കരയില്ല ചേച്ചി ഒന്ന് പറയല്ല അവനോടും. അവന്റെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞെന്നുള്ളത് നീ പറയല്ലേ, നീ വേണ്ടല്ലേ ചേച്ചി ഒന്ന് പറ. നമ്മള് നോമിനേഷനിലേക്ക് ഇതായപ്പോ നമ്മള് ജിൻഡോ തന്നെയാണെന്ന് നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു. ഋഷി നല്ല പക്ഷെ അത് ആ പുറത്ത് വരാൻ പാടില്ലായിരുന്നു. ഞാൻ പാടില്ലായിരുന്നു. അത് സത്യമാണ്. അതല്ല ജിൻതോക്കെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ. ജിൻതോ രണ്ടു പേരൊക്കെ ബ്ലെയിം ചെയ്തേ. നോ ജാൻ, ദാറ്റ്സ് റോങ്. യു ഷുഡ് ബി എക്സ്പ്ലെയിനിങ് ദ പവർ ടീം. You shouldn't be talking. ഇപ്പൊ ഞാൻ എന്റെ നോമിനേറ്റ് ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ചിട്ട് റോങ് കുട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളൂ. ഞാൻ ഒരു വടച്ചാക്കിന് വേണ്ടിയല്ല. ഇതൊരു ഗെയിമാണ്. എനിക്കറിയാം ജിൻറ്റുസിനെ ക്ലിയർ ആയിട്ട് ജിൻറ്റുസിനെ പറഞ്ഞത് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഞാൻ തന്നെ ജിൻറ്റുന്റെ പേര് ഫസ്റ്റ് പറഞ്ഞു. പറഞ്ഞോട്ടെ. അവനക്ക് ഹേർട്ട് ആയിണ്ടാവും. പറയുന്ന വാക്കുകളെ എല്ലാരും ഒരേപോലെ അല്ലല്ലോ. നമ്മൾ പറയുന്ന വാക്കുകൾ അത് റോങ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പലരും ദേഷ്യം വരുമ്പം പറയുന്ന വാക്കുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് പ്രശ്നം. കാരണം അത് മോർണിംഗ് അതിനൊരു പരിപാടി. ഇപ്പൊ എന്നെ പറ്റി എനിക്ക് അറിയത്തില്ല.
Because at that time when I went out, no, I got angry. At that time, പറയാനൊരു കാര്യമാണ്. I'm so sorry, മോളെ. I'm so sorry. ഞാൻ അതാ മനസ്സിൽ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഒരു കാര്യമുള്ളൂ. അതൊരു പാവം കുട്ടിയാ. എനിക്ക് 2-3 ദിവസം നമ്മളെ കേരള ടൈമില് എത്ര പേര് വന്നിട്ട് നമ്മള് അവൾക്ക് പിടിച്ചല്ലേ. ഒരിക്കലും എല്ലാരും നീ മാത്രം നീ എന്റെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അവരോട് ഞാൻ അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ പറഞ്ഞത് തെറ്റാണ്, 100% പക്ഷേ എനിക്ക് ഇവിടെ വന്ന് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇത് പറഞ്ഞത്. പക്ഷെ ഗ്രൂപ്പിൽ അവൻ റിയാക്ട് ചെയ്ത തെറ്റാണ്. പക്ഷേ അവന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു. നീ ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്റെ നിന്നെ പറയുന്നത് നീ ഒരു പെണ്ണാണെ പറയില്ല. ഞാനെന്താ മനുഷ്യനല്ലേ? ഇങ്ങനെ എന്തിനു പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ എന്നോട് റൂമിൽ കിടന്നത് ലൈക്ക് അത് പുറത്ത് പോകുമ്പോൾ ഏത് രീതി മനസ്സിലായി ഇപ്പൊ കരയല്ലേ. ഈ കാര്യം പുറത്തേക്ക് വന്ന കാരണം എങ്ങനെ പറഞ്ഞ കാരണം ഞാൻ ജിൻറ്റോസിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ചിരിച്ചിട്ട് കാര്യം പറഞ്ഞ ജിൻറ്റോസിനെ അല്ല, ജിൻറ്റോസിനെ പറഞ്ഞല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്നാ നടക്കുന്നത് അത് എനിക്ക് അറിയത്തില്ല. ഇനി വേണ്ട ഫീലുണ്ടോ? കുറെ പാത്രങ്ങൾ ബാക്കിയുണ്ട്. അതിനെപ്പറ്റി ആർക്കും ചിന്തയില്ല. റോങ് ടൈമിങ്. ആൾക്കാർ കണ്ടിട്ടില്ല. വെൽക്കം ജോയിൻ ദ ക്ലബ്. ആരും മിണ്ടണ്ട. റൂമിൽ പോയിരിക്കണം. കേട്ടതാണ് ഇതുപോലെ ഹാർട്ട് ബീറ്റ് ഭയങ്കര പ്രശ്നവും കരഞ്ഞു കുഴപ്പമില്ല. ഒച്ചെടുക്കണം. കരഞ്ഞു കുഴപ്പമില്ല. സംസാരിക്കണം. ഇവര് പറഞ്ഞു മാത്രം മതി, നീ മിണ്ടണ്ട. നീ കരഞ്ഞോ കുഴപ്പമില്ല. കേട്ടതാണ്. എനിക്ക് നല്ല വിഷയം വന്നാവും മാറും. ടൈപ്പ് അങ്ങനെ ഞാൻ ചുറ്റുപാട് നോക്കത്തില്ല. തോന്നില്ല തന്നെ പറഞ്ഞു. അവന്റെ മെന്റൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. മെന്റൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. എന്നോട് അത്രയും റീസൺ പറയാതിരുന്ന വേറൊരു റീസൺ പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നു. എന്നോട് ആ റീസൺ പറയണമെങ്കിൽ എന്റെ നമ്മളിത് പറയുന്തോറും എനിക്ക് ആരോടും പ്രശ്നമില്ല. എനിക്ക് പറഞ്ഞില്ലേ നോമിനേറ്റ് ചെയ്യുന്നു. സംസാരിക്കും. കറക്റ്റ് ഒരു സാധനം വന്നില്ല എനിക്ക്. ആരോന്നും പറയല്ലോ. കൊടുക്കാം. സുരേഷ് സാറുണ്ട്, ജിൻറ്റുണ്ട്, ആ ബാക്കിലെ ഋഷി ഉണ്ട്, ആ ബാക്കിലെ കുറെ ആളുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തില് നീ തുണി കൊണ്ടുവന്നല്ലേ ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കും. ജിൻറ്റുസിനൊക്കെ സേഫ് ആക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജിൻറ്റുസിനൊക്കെ
വയലേഷൻ ചെയ്ത് കുറെ പിന്നെ ചായ കുടിക്കുന്ന ടൈമിൽ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവും. അറിയാടാ, എനിക്കത് അറിയണമെന്നില്ല, ആർക്കും അത് അറിയണമെന്നില്ലടാ. ഇത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കുന്ന എന്തിനാ? അവള് പറഞ്ഞോട്ടെ നീ പറഞ്ഞു അറിയാം, നീ ചെയ്യാനില്ലാന്ന് നമുക്കറിയാം, കാണുന്ന ആൾക്കാർക്ക് അറിയാം. നീ പറഞ്ഞു ഞാനതിവിടെ കളയുന്നത് ഞാൻ അഭിനയിക്കുന്നതല്ല. ഇല്ലപ്പാ പ്ലീസ് പറയട്ടെ. എടാ ഇത് നീ അല്ല, എനിക്ക് നീ ചിന്തിച്ചു നോക്ക്, ഞാനിപ്പോ ഒരു പെൺകൊച്ചിട്ടാണെങ്കിൽ എനിക്ക് ഇത്ര കേൾക്കണ്ട. എന്നെ എന്തിനെങ്ങനെ പറയണേ? എനിക്ക് ലൈഫില്ലേ? ഞാൻ എന്നിട്ട് കേൾക്കുന്നില്ല വിചാരിക്കും ഇവരുടെ വിചാരം എന്താ, എന്നെ എന്തും പറയാം. ഷാനകത്ത് നടന്ന കാര്യം നമ്മൾ അകത്തിരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഓക്കെ അല്ലാത്ത രണ്ടുപേരെയാണ് അവര്, ഞാൻ അകത്ത് പോയപ്പോഴത്തേക്കും ഞാൻ കണ്ടു എനിക്ക് ഓക്കെ അല്ലാത്ത രണ്ടുപേരെ അവർ വെച്ചിരുന്നു. കാരണം അതിനേക്കാൾ ഇതൊരു താക്കീതായി എടുക്കുക. നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. ഇവിടെ എല്ലാവർക്കും ഒരു നിയമമാണ്. ബിഗ് ബോസ്. നിങ്ങൾക്ക് വഴക്കുകൂടാം, സംവാദങ്ങൾ നടത്താം, എല്ലാം ആരോഗ്യകരമായ രീതിയിൽ, മത്സരബുദ്ധിയിൽ. അതിനപ്പുറം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയാൽ അല്ലെങ്കിൽ മോശമായി പെരുമാറിയാൽ മനസ്സിലായി ബിഗ് ബോസ്, കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും. മനസ്സിലായി ബിഗ് ബോസ്. മനസ്സിലായല്ലോ? മനസ്സിലായി. എങ്കിൽ പോകാം. താങ്ക് യു. ഒരു പെൺകുട്ടിയല്ലേ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഒന്ന് മാനസിക കൊച്ചു പിള്ളേരാണ്. ഞാൻ പറയല്ല, അവര് ഗെയിം കളിക്കാൻ വന്ന അവര് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും മൈൻഡ് ചെയ്തിരുന്നാലോ? ഞാൻ പറ്റില്ല. ഓൾറെഡി ജിന്തു രണ്ടുപേരൊക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറഞ്ഞേ, ഞാൻ അത് കേട്ടിട്ടാണ്. എനിക്ക് വരുന്നില്ല ചേച്ചി, എനിക്ക് വരുന്നില്ല ചേച്ചി, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഇത് ഇവിടെ ഒന്ന് വെച്ച് ഇവിടെ ഒന്ന് കാണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ജാസു പ്ലീസ് കമേ. ദേഷ്യത്തിൽ നിങ്ങളടുത്ത് ഏറ്റവും കംഫർട്ട് നിങ്ങളാ ചേച്ചി. വരുന്നടാ, ഒരു മിനിറ്റ്. ഗ്രൂപ്പിൽ നിന്നല്ല, അതുകൊണ്ട് വന്നില്ല. പറയുന്നില്ല, എനിക്ക് മാറ്ററും അറിയില്ല. ഞാൻ ഇപ്പൊ കേട്ടത് ഓക്കെ, ഒന്ന് സംസാരിക്കണോ? ഞാൻ കണ്ടതാ, ഞാൻ അതുകൊണ്ടല്ലേ മിണ്ടാതെ അവിടെ നിന്നെ നോക്കിയിരുന്നത്. നിന്റെ കമ്പാഷൻ, നീ അവരോട് കാണിച്ച മര്യാദ, നീ അവരോട് കാണിച്ച സാധനം ഞാൻ കണ്ടതുകൊണ്ടാണ് അവിടെ ഓവർ റിയാക്ട് ചെയ്യാതിരുന്നത്. ഞാൻ പോലും അവിടെ ഇരുന്ന് ചിന്തിച്ചത് എത്ര നന്നായിട്ടാണ് നീ ഹാൻഡിൽ ചെയ്യണമെന്ന്. വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഒരു അക്ഷരം പോലും അവിടെ ജാൻ്റെ അടുത്ത് പറയായിരുന്നത്. നീ ഈ ടീമിൽ ഇല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ ജാൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യണ രീതി അതായിരിക്കില്ല. നീ അവിടെ പതുക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ അവിടെ നിന്ന് കേട്ടത്. പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. ഞാനായിരുന്നെങ്കിൽ ജാൻ്റെ അടുത്ത് ഉറപ്പായിട്ടും ദേഷ്യപ്പെട്ടേനെ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ദേഷ്യം വന്നു. കാരണം നമ്മളെ രണ്ടുപേരെയും, നിന്നെ പറയുമ്പോൾ ആ പുള്ളി എന്നെയും പറയുന്നുണ്ട്. എനിക്കുണ്ട് ഫാമിലി, എനിക്കുണ്ട് പുറത്ത് നമ്മളെ നോക്കിയിരിക്കുന്ന ആൾക്കാർ. നമ്മൾ രണ്ടുപേരും ഇപ്പുറത്തും അപ്പുറത്തും കട്ടിൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരാൾ അത്രയും മോശപ്പെട്ട രീതിയിൽ പറഞ്ഞപ്പോൾ പോലും നമ്മളെന്താണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല, നീയും മിണ്ടിയില്ല, നമ്മളത് റിയാക്ട് പോലും ചെയ്തില്ല. നമുക്ക് വേണമെങ്കിൽ ജിൻഡോ ചേട്ടനോട് അപ്പ പറയായിരുന്നു ആരാ ജിൻഡോ ചേട്ടനെ പറഞ്ഞത് നമ്മളെല്ലാം. വേണ്ട, നമ്മൾ ആ ബ്ലെയിം എടുക്കില്ല എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ ചെയ്യണം. പക്ഷെ നീ എന്താ ചെയ്തത്? നീ നിന്റെ ടീമിനോട് കാണിച്ച മര്യാദ, നമ്മുടെ ടീമിനോട് കാണിച്ച മര്യാദ, ആ മര്യാദ വേറെ ഇല്ലാത്തവർക്ക് വേറെ ആളുകളുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ബ്ലെയിം അല്ല. ആ ബ്ലെയിം നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവൻ പറഞ്ഞ തെറ്റിനുള്ളത് അവന് കിട്ടും. അടുത്ത് വന്ന് പറഞ്ഞില്ല എന്നുള്ളൂ. അവൻ
ഇവൻ ഇത് അറിഞ്ഞതിന് ശേഷം ഇക്കാര്യം അവൻ പല ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ അവരൊക്കെ കേട്ടു. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞില്ല എന്നുള്ളൂ. അവൻ അവിടെ ഇരുന്നിട്ട് നീ അവനെ നോക്കി ചിരിക്കുമ്പോഴും നിന്നെ പറ്റി തെറിയാണ് അവൻ. ഞാൻ അവന്റെ താഴെ ഇരിക്കുന്നത് നിന്നെ പറ്റി എന്തൊക്കെ തെറിയാന്നറിയാൻ പറഞ്ഞ. ഞാൻ ഒന്നും മിണ്ടാത്തെന്നറിയോ, ഞാനിതിന് ഇവിടെ വന്ന് പറഞ്ഞ അവിടെ അത് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? നിങ്ങളോട് ദേഷ്യമുള്ള എല്ലാവരും അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇത് കുറച്ച് ദൂരം കിടപ്പുണ്ട്. എന്തൊക്കെയാണ് അറിയത്തില്ല. പറഞ്ഞു അവന്റെ കൺട്രോൾ ഇപ്പൊ നിന്റെ കൺട്രോൾ അടുത്ത് നിന്റെ അടുത്ത് ഇരിക്കുകയല്ലേ, അങ്ങനെ തന്നെ വെച്ചാൽ നീ അടുത്തും കൊടുക്കായിരുന്നു മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. നീ പിന്നെ നിന്റെ ഇമോഷണൽ സൈഡ് ഉണ്ടല്ലോ, ഏത് നമ്മളാണ് ഒരാളെ കയറ്റിയെടുത്ത് എവിടെയെങ്കിലും വെക്കുന്നത്, ശരിയല്ലേ? അവര് പറഞ്ഞിട്ടുണ്ടോ കയറ്റിയെടുത്ത് വെക്കാൻ? ഇല്ല. അപ്പൊ അത് ചിലപ്പോ നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. പിന്നെ നമ്മള് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീണ് നിൽക്കുക. അത്രേ ഉള്ളൂ. ഇതൊക്കെ വളരെ ഓക്കെ. നീ ആ ഒരു നൈസായിട്ട് അങ്ങ് എടുത്താൽ മതി ഇതിന്, അത്രേ ഉള്ളൂ. ഓക്കെ, നീ ഇവിടെ വന്നപ്പോൾ ഒറ്റക്കാണ് വന്നത്, എന്ന് പോകുമ്പോഴും നീ ഒറ്റക്കാണ് പോകുന്നത്. പോയി കഴിയുമ്പോഴാണ് നമ്മളെ പിന്നെ ബാക്കി പരിപാടീസൊക്കെ അതിനുശേഷം അല്ലേ. അപ്പൊ കടിച്ച് 100 ദിവസം കഴിയുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് സെറ്റല്ലേ. അത്രേ ഉള്ള പരിപാടി. പുറത്തിറങ്ങാൻ പോവാ, അത്രേ ഉള്ളൂ. ഒരു പൊളി അങ്ങ് വിട്ടേക്കണം. കൊടയെങ്കിൽ കൊടേ അത്ര ഉള്ളടാ. അത്ര ഉള്ളൂ. ശരിയാവും. ആ പിന്നെല്ലാം ഉണ്ട്. അതിന് പോട്ടെ. ഞാൻ പോലും അകത്ത് പോയപ്പോഴത്തേനും മോളെ ആ ടൈമില് പ്രശ്നം വന്നിട്ടില്ല. പ്രശ്നം വന്ന് ഇന്നെ അവന് എനിക്ക് വിശക്കുന്നില്ല. എത്ര പ്രശ്നത്തിൽ എങ്ങനെ കഴിക്കാം? വേണ്ട. എല്ലാരും കൂടി ഇങ്ങനെ ആവല്ലോ പ്ലീസ്. അല്ല, ഇപ്പൊ എന്റെ പേര് ഓൾറെഡി എന്റെ മേളിലേക്ക് ഗാം ഗെയിം കളിക്കുന്ന ടൈമില് സബരി ഓൾറെഡി ഋഷി കാണിച്ച പറയുമ്പോ അവരത്രയും വിശ്വസിച്ചു. ഇവര് കാണിച്ച നമ്മളത് ഡിസ്കസ് ചെയ്ത തെറ്റാണ്. പേര് പറയാൻ പാടില്ലായിരുന്നു, അത് തെറ്റ്. ഇപ്പൊ അതാ തുടങ്ങി. അന്നേരം ആരും ആയിക്കോട്ടെ, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ ശത്രുക്കൾ എന്താ ഒരു മെന്റലി ഡൗൺ ആയിട്ടിരിക്കും. നമ്മള് വീണ്ടും അതിന്റെ മേളിൽ പറയരുത്. മനസ്സിൽ ഒരു നിമിഷം മതിയില്ല. കാരണം അവൾക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു. എനിക്കെല്ലാം ഹേർട്ട് ചെയ്തു. വൃത്തിയായിട്ട് അവളെ വിളിക്കാൻ എന്തോ ആയിക്കോട്ടെ, ഇനി എത്ര ദേഷ്യം ആയിക്കോട്ടെ, എന്താ പറയുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാവണ്ടേ. വൃത്തിയായിട്ട് അവളെ നീ സംസാരിക്കേണ്ടി മറ്റതാണ് മറിച്ചാണ് അങ്ങനെ പറയുന്നത്. അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. എന്താ വാക്ക്? വൃത്തിയായിട്ട് ഫീൽ ചെയ്യും. ബാഡ് ഗേൾ, ബാഡ് ഗേൾ. മലയാളത്തിൽ വരുമ്പോ വേറെ അർത്ഥങ്ങളുണ്ട്. അല്ല, അവന് നോമിനേറ്റ് ആയിട്ടില്ലല്ലോ, പിന്നെ അവന് പ്രശ്നം എന്താ? കാരണം നോമിനേറ്റ് ചെയ്യാൻ അവനെ ചിന്തിച്ചല്ലോ. ഇപ്പൊ നമ്മളത് അവിടെ ചിന്തിച്ചില്ല. നമുക്ക് പല പല പേര്. ഇപ്പൊ എന്റെ എൻസിബ ഉണ്ടെങ്കിൽ എന്റെ പേര് പറയും എൻസിബ, കറക്റ്റ് അല്ലേ? പിന്നെ എൻസിബ എനിക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്തില് ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെയാണ്. പിന്നെ എന്താ പറഞ്ഞ ഇവരും അങ്ങനെ അവൻ ഇങ്ങനെ ഇത് കാണിക്കുന്ന വെച്ചില്ല. പക്ഷെ അവന് പറയായിരുന്നു, അവന് ഇഷ്ടമല്ലെങ്കിൽ അവനും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം. അവന് പറയാം നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കരുത്. പക്ഷെ ഇങ്ങനെ അവൻ റിയാക്ട് ചെയ്തത് ഭയങ്കര മോശമാണ്. അതിപ്പോ ഇപ്പൊ അങ്ങനെ റിയാക്ട് അവൻ ഇങ്ങനെ ഇരിക്കാണ്. ഇപ്പോഴും അവള് വന്ന് മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പോഴാണ് അവൻ പൊട്ടിത്തെറിച്ചത്. അല്ല, അവള് ജസ്റ്റ് ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ചിരിച്ചു. അവനവനെ ആക്കുന്ന പോലെ തോന്നിക്കാണും. അതാണ് സംഭവം. അതാ കരഞ്ഞത്. അന്തസ്സായിട്ടാ പോകത്തുള്ളൂ. നീ ഒന്നില്ലേ അവനോട് പോവാൻ? എങ്ങോട്ട് പോയാലും ആര് പോയാലും പോയില്ലെങ്കിൽ അവന്റെ ഇന്നല്ല നാളെ അല്ല എപ്പോഴായാലും അടുത്ത ആഴ്ച എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ 5 പേരും ബാക്കിയുള്ള ആൾക്കാരായിട്ട് എന്ത് ചെയ്യുന്നു? ചായക്ക് കിച്ചൺ ടീമിൽ ഒരു പൊളിച്ചായ. എന്തായാലും കിച്ചൺ ടീമിൽ നീ പോവണ്ട, അതേ എനിക്ക് പറയുള്ളൂ. ഇപ്പൊ അൻസിബ പറയോ അയ്യോ അപ്പൊ സുരേഷ് ഏട്ടൻ അതെ ഞങ്ങള് രാവിലെ തൂത്തിട്ടാണ് നിങ്ങൾക്ക് തന്നത് എന്ന് ആണോ? എന്നിട്ട് ചൂലിനാണെങ്കിൽ വലുപ്പോ നീളോ കുനിഞ്ഞ് ബിഗ് ബോസിൽ വലിയ ചൂടെങ്കിലും മനസ്സിലായോ? ക്യാപ്റ്റൻ എന്തെങ്കിലും ചെയ്തെന്ന് പറയുമ്പോൾ യോജനം
രാവിലെ ഉണ്ടാക്കിയതാ അവള് ചോദിച്ചത്. വൈകിട്ടുണ്ടാക്കി ചായ. അതെ ചൂടാക്കി ഇപ്പോഴത്തെ ഓക്കെ അപ്പൊ വയറ്റിൽ നോക്കും. മനസ്സിലായോ? എനിക്കല്ലാതെ മതി. പിന്നെ പ്രശ്നം എവിടെയാ വന്നേ? സുരേഷ് സാറിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ വരാം. ഇല്ല സുരേഷ് സാറേ, സുരേഷ് സാറിന്റെ കയ്യിലുണ്ടോ? ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. സുരേഷ് സാറ് ലൈറ്റ് ഉണ്ടോ? ഓക്കെ, ഓൾ അവിടെ ഇരുന്നിട്ട് ഇമോഷണലി ഇതായിട്ട് നിൽക്കാന്ന് പറഞ്ഞ ആ ഒരു ടാഗും ഓൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ ഓക്കെ ജസ്റ്റ് അപ്പോഴും ഓൾക്ക് പോയിന്റ് ഇടാൻ വേണ്ടിട്ട് നോറ എങ്ങനെയും ദേഷ്യം മിണ്ടാണ്ടിരിക്കാന്ന് വെറുതെ അവള് എടുത്ത് ചാടി ചെയ്യുന്നത്. മൊയന്തൊന്നല്ല ഇവിടെയുള്ള ആളുകള്. അതൊന്ന് ശ്രദ്ധിക്കുമ്പോ അതിനൊരു ചേഞ്ച് വരാൻ വേണ്ടി ഇപ്പൊ കരഞ്ഞോണ്ട് ചിരിക്കും. ഞാൻ പറഞ്ഞല്ലേ അടുത്ത ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും അല്ലാതെ ഓള് ഉള്ളത് കരഞ്ഞതല്ല. ഒരിക്കലുമല്ല. അവള് കരഞ്ഞോണ്ട് ചിരിക്കും, അവള് ചിരിച്ചോണ്ട് കരയും. അവള് ഇപ്പൊ കരഞ്ഞത് ഓളെ വെറും ഡ്രാമയാണ്. അറിഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്ന ഓക്കെ ഫൈൻ. 100%. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, നിന്റെ ക്യാരക്ടർ കൊള്ളൂലെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അവിടെ പറഞ്ഞപ്പോ നീ അവളെ സപ്പോർട്ട് ചെയ്ത് അന്ന് എന്റെ അടുത്ത് എതിർത്ത് സംസാരിച്ച് ഓർമ്മ ഉണ്ടാ? അത് ഞാൻ പറഞ്ഞത് സത്യ. അവളെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഗെയിമിന് വേണ്ടി അവൾ എന്തും ചെയ്യും. അതാ ഞാൻ അന്ന് പറഞ്ഞത്. അവൾ എന്ത് ചെയ്യും അതെനിക്ക് മനസ്സിലായി തന്നല്ലോ. അതുപോലെ ഓരോരുത്തരും ഇവിടെ മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന് അതുപോലെ ഓരോരുത്തരും മനസ്സിലാക്കും അവളെ ക്യാരക്ടർ എന്താണെന്ന്. ഇവിടെ യവൻ മനസ്സിലാക്കും. കുറച്ച് കഴിയുമ്പോ ഗബ്രി മനസ്സിലാക്കും അവൾ എന്താണെന്ന്. അവൾ തനി ഗുണം മനസ്സിലാക്കും. അതാ നടക്കാൻ പോകുന്നത്. ഗെയിം ലൈഫ് എന്റെ കൂടെ സ്നേഹമില്ലല്ലോ. ഞാൻ നമ്മള് പാടുമ്പിലെ കയറിന് വേണ്ടി നമ്മള് നോമിനേറ്റ് ചെയ്ത് ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് വെരി ഡിസപ്പോയിന്റഡ് പറഞ്ഞിട്ട് അവിടെ താമസിക്കരുത് കല്ലിവല്ലി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ അവിടെ കുറെ പേരുകളുണ്ടായി. അവിടെ ഇവന്റെ പേരെ ഉണ്ടായി നോമിനേഷനില്. എനിക്ക് വലിയ റീസൺ വച്ചിട്ട് ഞാൻ ജിൻറ്റൊക്കെ പറഞ്ഞത്. കാരണം ജിൻറ്റു കുറെ വയലേഷൻ ചെയ്തിട്ടുണ്ടോ, പെണ്ണുങ്ങളത്തെ കുറെ പേരെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ, യു റിമെമ്പർ. സോ ആ റീസണിൽ വെച്ച് കാരണം എനിക്ക് നാളെ മറ്റന്നാൾ സോ അതിനാണ് ഞാൻ തിരിച്ച് നമ്മളെ മോട്ടി എനിക്ക് കാര്യം ചോദിച്ചു. പക്ഷെ ഞാൻ ജിൻറ്റു ചേട്ടനിക്ക് ഇതാ കൊടുത്തേ. കളിച്ചു നമ്മൾ അതിനകത്തൊന്നുമില്ല. ഇതൊന്നും നമ്മളെ പോയിട്ട് ഞാൻ ജർമ്മനിക്ക് ഇഷ്ടമില്ല പറഞ്ഞ ആരാ പറഞ്ഞ ഞാൻ ചോദിച്ചിട്ടില്ല. അതാ ഞാൻ കണ്ടുപിടിക്കും. ഏവൻ പറഞ്ഞാലും എങ്ങനെയൊക്കെ എന്നെ തളർത്തിയാലും ഞാൻ കരയുമായിരിക്കും. പക്ഷെ ഞാൻ എടിച്ചു തരും. അത്രേ ഉള്ളൂ. കുറച്ചേരം തന്നെ ഇരിക്കട്ടെ, അതൊക്കെ സെറ്റാവും. എനിക്ക് വേറൊന്നും എനിക്ക് അവൻ എന്നെ പറഞ്ഞ രീതി ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യമല്ല വരുന്നത്. അവിടെ നമ്മൾ അവനോട് തിരിച്ചു പറഞ്ഞ അവൻ അതിനപ്പുറം പറയുന്ന അറിയാവുന്നതുകൊണ്ടാണ്. അവൻ ഭയങ്കര സൈക്കോളജിക്കലി ഭയങ്കര പ്രശ്നമായി അവൻ അവിടെ പെട്ടെന്ന്. വിട് ഇൻഡയറക്ട്ലി ഓക്കെയാണ് ചേച്ചി. ഓക്കെയാണ് എല്ലാവരും പറഞ്ഞു വരുമ്പോൾ എത്തണത് ഈ ടോപ്പിക്ക് ഉപയോഗിക്കുന്നത് ഞാൻ നിന്റെ അടുത്ത് ഫസ്റ്റ് ഡേ പറഞ്ഞതാണ്. ആര് നിന്നോട് പ്രശ്നം ഉണ്ടായില്ല, എന്നോട് പ്രശ്നം ഉണ്ടായില്ല, ആദ്യം വരുന്നത് എവിടേക്കാന്ന് ഞാൻ പറഞ്ഞതാണ് നിന്റെ അടുത്ത്. എനിക്കറിയാം. അതിന് നീ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടീമുണ്ട്. ലാലേട്ടനെ പറഞ്ഞു പോയ പിന്നെ എൻ്റെ അടുത്ത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇന്ന് രാവിലെ തൊട്ട് എന്നെ ട്രിഗർ ചെയ്ത് തുടങ്ങിയതാ. എത്ര കാര്യങ്ങൾ പറഞ്ഞു നീ കേട്ടല്ലേ? വാഴയുടെ ചോട്ടിലിരിക്കുന്നവൻ, മറ്റേ ഇട്ടിട്ട് ചെയ്തവൻ, ബീരു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്താ തിരിച്ചു പറയാത്ത? എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ കളി കളിക്കണം എന്നുള്ളതാണ്. ഞാൻ ആരെന്ത് പറഞ്ഞാലും നീ നിന്റെ കളി കളിക്കാന്നുള്ളതാണ്. എൻ്റെ കളി ഞാൻ ഇന്ന് കളിച്ചു. അതിന്റെ സന്തോഷം ഞാൻ കൃത്യമായിട്ട് നിന്റെ അടുത്ത് പറയും. ഇല്ല വന്നില്ല. ഞാൻ വായ തുറന്ന എന്റെ വായ പൂട്ടാൻ കുറെ എണ്ണം വരല്ലോ. ഒന്ന് ആദ്യം പറയാ
റിപ്പീറ്റ് ചെയ്ത മാതിരി എനിക്ക് ഫീൽ. ഞാൻ ആ നോറനായിട്ട് പ്രശ്നമായി അൻസിബേന്റെ അടുത്ത് പറഞ്ഞു ഇവരോടൊക്കെ എനിക്ക് കുറെ മീൻസ് നിങ്ങക്ക് ഇവിടെ എനിക്കൊരു താല്പര്യമില്ല ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ചുമ്മാ നോറ പറഞ്ഞ് എല്ലാത്തിലും എന്നെ ഡ്രാഗ് ചെയ്തോണ്ടിരിക്കല്ലേ. ആണോ അല്ലേ? ഓക്കെ ഞാൻ അപ്പൊ ഞാൻ ഓളെ പേര് ഡ്രാഗ് ചെയ്യണ്ടോ? ഇല്ലപ്പാ. ഓക്കെ, ഇത് കഴിഞ്ഞ് ഓക്ക് വീട്ടിൽ പോയാല് ഓളെ പാരന്റ്സ് എങ്കിൽ ഉണ്ട് നോക്കാം. തിരിച്ച് വീട്ടിൽ പോയാൽ ഞാൻ അവിടെ ഒറ്റയ്ക്കാ. ഓക്കെ, എന്റെ ലൈഫിൽ ഞാൻ